അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സലാം മടക്കുന്ന കേട്ടിട്ടില്ലപ്പാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പറയല് സുന്നത്തേലും മടക്കല് നിർബന്ധമാണ്. ദേഷ്യമൊന്നുമില്ലല്ലേ? ചൂടായതുകൊണ്ടായിരിക്കല്ലേ? ഭയങ്കര ചൂടുണ്ട്, അതുകൊണ്ടായിരിക്കും അല്ലേ? അള്ളാഹു ഞങ്ങളെ വിജയികളിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ പറയാനും അള്ളാഹു ഞങ്ങളെ വിജയികളിൽ പെടുത്തട്ടെ. വിജയിക്കണ്ടേ അല്ലേ? ഞങ്ങൾ കുടുംബ സംഗമത്തിലാണ് അല്ലേ? അള്ളാഹു പറഞ്ഞ് കുടുംബ ബന്ധം ചേർക്കുന്നവരെ എന്നെ ചേർത്തതുപോലെയാണ്, കുടുംബ ബന്ധം മുറിക്കുന്നവൻ എന്നെ മുറിച്ചവനെ പോലെയാണെന്നല്ലേ? അള്ളാഹു ഞങ്ങളെ വിജയികളിൽ ഉൾപ്പെടുത്തട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി അൽ ഫായിസീന ബിറളില്ലാഹ് അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹവും ആദരവും നിറഞ്ഞ ഇന്നത്തെ ഈ യോഗത്തിന്റെ ചുക്കാൻ പിടിച്ചുകൊണ്ട് അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ച അബ്ദുറഹ്മാൻ ആജി ബഡാമെ, അതുപോലെ തന്നെ നമുക്ക് ദുആ കൊണ്ടും ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമ്മുടെ ഈ വേദിയെ ധന്യമാക്കിയ സയ്യിദ് മുഹമ്മദ് ജുനൈദ് ജിഫ്രി തങ്ങൾ, അതുപോലെ തന്നെ സ്വാഗതം അരളിയവർ, വേദിയിലുള്ള നല്ലവരിൽ നല്ലവരായ എൻ്റെ പ്രിയമുള്ളവർ, അതുപോലെ തന്നെ എൻ്റെ മുമ്പിൽ എൻ്റെ ശബ്ദം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന അഫ്വ ഫാമിലിയുടെ സംഗമത്തിൽ വന്നതായ രക്ഷിതാക്കൾ, ഉമ്മ പെങ്ങന്മാർ, പ്രിയപ്പെട്ട പിഞ്ചോമന കുട്ടികൾ, സുദീർഘമായ ഒരു വലിയൊരു നീട്ടിയിട്ടുള്ളൊരു പ്രസംഗമൊന്നും ഉദ്ദേശിക്കുന്നില്ല, അതിൻ്റെ സമയവുമല്ല. എങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്തുകൊണ്ട് നമുക്ക് നിർത്താം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നേരത്തെ നമ്മുടെ ഉദ്ഘാടന ഭാഷണത്തിൽ പ്രിയപ്പെട്ട തങ്ങൾ സൂചിപ്പിച്ചതുപോലെ എല്ലാം കൊണ്ടും അനുഗ്രഹീതമായ അള്ളാഹുവിൻ്റെ മാലാക്കന്മാർ വന്നുകൊണ്ട് സാക്ഷി നിൽക്കുന്നതായ ഒരു സംഗമം എന്ന് തന്നെ പറയാം. കാരണം കുടുംബങ്ങൾ തമ്മിൽ ചിന്നിച്ചിതറിക്കൊണ്ടിരിക്കുന്ന ഈ സമയങ്ങളിൽ അഫ്വ എന്നുള്ള ഒരു പേര് വെച്ചുകൊണ്ട് കുടുംബത്തിലുള്ള എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഒരു സംഗമം നടത്തുമ്പോൾ ആകാശ ലോകത്തിൽ വെച്ചുകൊണ്ട് മലക്കുകൾ അള്ളാഹുവിനോട് പറയും, അള്ളാഹുവേ, ഒരു കുടുംബങ്ങൾ ചിന്നിച്ചിതറിക്കൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ ആത്തൂരിൽ വെച്ചുകൊണ്ട് മൊഹിയുദ്ദീൻ ജുമാ പള്ളിയുടെ മുമ്പിൽ വെച്ചുകൊണ്ട് അഫ്വ എന്നുള്ള ഒരു ഫാമിലി, അവർ എല്ലാ കുടുംബത്തിലുള്ള എല്ലാവരെയും ഒരുമിച്ച് കൂടിക്കൊണ്ട് അവരൊരു സംഗമം നടത്തുന്നുണ്ട്, അവർ കുടുംബത്തെ ചേർത്തിക്കൊണ്ടിരിക്കുന്നു. അതിനേക്ക് ഞങ്ങൾ സാക്ഷിയാണ് അല്ലാ എന്ന് അവിടുന്ന് മലക്കുകൾ അള്ളാഹുവിനോട് പറയുമ്പോൾ അല്ലാഹ് പറയുന്നു, ഞാൻ അവരെയും ചേർത്തിരിക്കുന്നു. എങ്കിലും നേരത്തെ തങ്ങൾ പറഞ്ഞതുപോലെ കുടുംബം ക്ഷണിച്ചു വരുത്തിക്കൊണ്ട് ഇങ്ങനത്തെ സംഗമം നടത്തുമ്പോൾ അതിൽ വരാതെ ദൂരെ നിന്നുകൊണ്ട് അതിനുള്ള ഒത്താശയങ്ങൾ ചെയ്യാതെ ദൂരെ ആകുമ്പോൾ മലക്കുകൾ പറയുന്ന ആ ഫാമിലിയിൽപ്പെട്ട ഇന്ന ആൾ അതിൽ സംഗമിച്ചിട്ടില്ല, അതിൽ വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ അവർ ആ കുടുംബത്തെ മുറിച്ചിരിക്കുന്നു, ആ കുടുംബത്തെ ദൂരത്താക്കിയിരിക്കുന്നു. എന്തോ ഒരു സംസാരത്തിന്റെ ഒരു കാരണത്താൽ, എന്തോ ഒരു വഴക്കിന്റെ ഒരു കാരണത്താൽ, എന്തോ ഒരു ഫാമിലി മാറ്റർ കാരണത്താൽ അവർ ദൂരത്താണ്, അവർ കുടുംബത്തെ ദൂരത്താക്കിയിരിക്കുന്നു, മുറിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അള്ളാഹു അവിടുന്ന് പറയുന്നു, ഖതഅനി, ഞാൻ ആ കുടുംബത്തെ മുറിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ബർക്കത്ത് എടുത്തു കളഞ്ഞിരിക്കുന്നു എന്ന്. പ്രിയമുള്ളവരെ, ഞാൻ അടിവരയിട്ട് ചിന്തിക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ ഹബീബ്
മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 25 വയസ്സ്. അവിടുന്ന് ഖദീജ ബീബിയെ വിവാഹം ചെയ്യുകയാണ്. വിവാഹം ചെയ്യുന്ന സമയത്ത് ഖദീജ ബീബിക്ക് 40 വയസ്സാണ്. ഖദീജ ബീബിക്ക് 40 വയസ്സും അവിടുത്തെ പ്രിയ ഖദീജ ബീബിയെ കല്യാണം കഴിക്കുമ്പോൾ റസൂലുള്ളാഹിക്ക് 25 വയസ്സുമാണ്. ഡിഫറൻസ് കണ്ടിട്ടുണ്ടാകും. ആ ഖദീജയോടൊപ്പം അള്ളാഹുവിന്റെ ഹബീബ് ദാമ്പത്യ ജീവിതം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്ന സമയത്ത് ഖദീജ ബീബി അന്ന് ആ മക്കയുടെ എല്ലാമായിരുന്നു എന്ന് പറഞ്ഞാല് ആ മക്കയിലുള്ള എല്ലാത്തിൻ്റെയും സമ്പത്തിന്റെ ഉടമയുടെ കുടുംബത്തിന്റെ എല്ലാത്തിൻ്റെയും കുലീനതും എല്ലാം കൊണ്ടും പേര് കേട്ട ഒരു മഹദി ആയിരുന്നു ഖദീജ ബീബി. ഖദീജ ബീബി കല്യാണം കഴിച്ച ഉടനെ ഖദീജ ബീബിയുടെ എല്ലാ സമ്പത്തുകളും അന്നത്തെ മുതലാളി എന്ന് തന്നെ പറയാം. അന്ന് മക്കയിൽ ഖദീജാനെ പോലത്തെ ഒരു മുതലാളി അന്നുണ്ടായിരുന്നില്ല. ആ ഖദീജാനെ കല്യാണം കഴിച്ചതോടെ എല്ലാ സമ്പത്തുകളും മഹാനായ ഖദീജ ബീബി റസൂലുള്ളാഹിക്ക് ദീൻ പ്രചരിപ്പിക്കാൻ വേണ്ടി ദഅവത്തിന് വേണ്ടി കൊടുത്തു. മാത്രമല്ല അവസാനം മരിക്കുന്ന സമയത്ത് ഖദീജ ബീബി അവിടുന്ന് ദാമ്പത്യ ജീവിതം കഴിച്ചുകൊണ്ട് അങ്ങോട്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുന്ന് ഖദീജ ബീബി ഒരിക്കൽ റസൂലുള്ളാഹിനോട് പറയുകയുണ്ടായി, അല്ലാഹുവിന്റെ ഹബീബേ, ഞാൻ അങ്ങയോട് കൂടി 25 കൊല്ലക്കാലം ദാമ്പത്യ ജീവിതം നടത്തിയിട്ടുണ്ട്. എൻ്റെ കയ്യിൽ നിന്ന് വല്ല എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ക്ഷമിച്ചു തരണേ എന്ന് പ്രിയപ്പെട്ട ഭർത്താവിനോട് ഒരു പത്നി പറയുകയാണ്. ഖദീജ ബീബി സ്വന്തം പത്നി ഭാര്യ ഭർത്താവിനോട് പറയുകയാണ്, എന്ത്, എനിക്ക് പുറത്തു തരണേന്ന്. റസൂലുള്ളാഹിന്റെ ഭർത്താവിന്റെ മടിയിൽ തലവെച്ചുകൊണ്ട് മരിക്കാനായ സമയത്ത് ഖദീജ ബീബി അവിടെ നിന്ന് പറയുകയാണ്, എനിക്ക് പുറത്തു തരണേ, എനിക്ക് മാപ്പ് നൽകണേ, എന്നിൽ നിന്ന് വല്ല ബുദ്ധിമുട്ടുകളും വന്നിട്ടുണ്ടെങ്കിൽ പുറത്തു തരണേ എന്ന് ഒരു ഭാര്യ ഭർത്താവിനോട് പറയുകയാണ്. അപ്പോഴാണ് കണ്ണീർ വൈകിക്കൊണ്ട് ഭർത്താവ് അവിടെ നിന്ന് ആ മുഖം തടകിക്കൊണ്ട് ഭാര്യയോട് പറയുകയാണ്, ഖദീജ, നീക്ക് മാത്രമല്ല എന്നിൽ നിന്ന് വല്ല എന്തെങ്കിലും കുറവുകൾ വന്നിട്ടെങ്കിൽ എനിക്കും പുറത്തു തരണേ ഖദീജ എന്ന് പ്രിയപ്പെട്ട ഭർത്താവ് ഭാര്യയോടും പറയുകയാണ്. അതാണ് കുടുംബം എന്നുള്ളത്. ഭാര്യ ഭർത്താവിനോട് മാപ്പ് ചോദിക്കുന്നു, ഭർത്താവ് ഭാര്യയോട് മാപ്പ് ചോദിക്കുന്നു. ഇന്ന് കുടുംബങ്ങളിൽ കലഹമാണ്, ഇന്ന് കുടുംബങ്ങളിൽ പ്രശ്നമാണ്. എന്താണ് യുഗം അല്ലേ? എങ്ങനെ ഞാൻ ചോദിക്കും, ഭർത്താവ് ഭാര്യയോട് മാപ്പ് ചോദിച്ചാൽ 2ാം നമ്പർ അല്ലേ? ഭാര്യ ഭർത്താവിനോട് ചോദിച്ചാൽ 2ാം നമ്പർ. എങ്ങനെ ഞാൻ ചോദിക്കേ? അത് പറ്റൂല. ഇങ്ങനത്തെ ഉണ്ടാകുന്ന സമയത്തിനാണ് ഖദീജ മാതൃകയാകുന്നത് അല്ലെ, റസൂലുള്ള മാതൃകയാകുന്നത്. അവിടുന്ന് അവസാനമായിട്ട് ഖദീജ ബീബി മരണപ്പെടുകയാണ്. ഖദീജ ബീബി മരണപ്പെട്ടപ്പോൾ അവിടുന്ന് മരിച്ചതിന് ശേഷമാണ് ബാക്കിയുള്ള എല്ലാ കല്യാണങ്ങളും മുത്തു മുഹമ്മദ് മുസ്തഫ തങ്ങൾ കല്യാണം കഴിച്ചത്. അതുവരെ ഖദീജ മരിക്കുന്നത് വരെ വേറെ ഒരു കല്യാണം കഴിച്ചിട്ടില്ല. ഖദീജ മരിച്ചതിന് ശേഷമാണ് ബാക്കിയുള്ള എല്ലാ കല്യാണങ്ങളും കഴിച്ചത്. അങ്ങനെ മരിച്ചതിന് ശേഷം മഹാനായ ആയിഷ ബീബി ഒരിക്കല് റസൂലുള്ളാഹിക്ക് വെള്ളം കൊണ്ടു കൊടുക്കുകയാണ്, കുടിക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണം കൊണ്ടു കൊടുക്കുകയാണ്. ഇങ്ങനെ എല്ലാ ദിവസവും ആയിഷ ബീബി അല്ലെങ്കിൽ മറ്റുള്ള പത്നിമാർ എന്തെങ്കിലും തിന്നാനോ കുടിക്കാനോ കൊണ്ടുപോയിട്ട് കൊടുക്കുന്ന സമയത്ത് അവിടെ നിന്ന് അള്ളാഹിൻ്റെ ഹബീബിൻ്റെ മുഖത്തിലൊരു വിഷമമുണ്ടാകും, ഒരു വേജാറുണ്ടാകും. ഇത് കണ്ടപ്പോൾ ഒരു ദിവസം ആയിഷ ചോദിച്ച്, അല്ലയോ നബിയെ, എല്ലാ ദിവസവും തണ്ണി കൊണ്ടു തരുമ്പോൾ, വെള്ളം കൊണ്ടു തരുമ്പോൾ, തിന്നാനെങ്കിലും കൊണ്ട് കൊണ്ടുതരുമ്പോൾ നിങ്ങളെ മുഖത്തിൽ എപ്പോൾ നോക്കിയാൽ വേജാറാണല്ലോ, എന്താണ് വിഷമം? ഞങ്ങൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് രുചിയില്ലേ? ഞാൻ കൊണ്ടുതരുന്ന ആ ചായക്ക് വളരെ രുചിയില്ലേ എന്ന് ആയിഷ ബീബി അങ്ങോട്ട് റസൂലുള്ളാഹിനോട് ചോദിച്ചു. അപ്പോഴാണ് അവിടുന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, അല്ലയോ ആയിഷ, നീ അങ്ങോട്ട് വെള്ളം കൊണ്ടുതരുമ്പോൾ, നീ അങ്ങോട്ട് ഭക്ഷണം കൊണ്ടുതരുമ്പോൾ
എനിക്ക് ഞാൻ അവിടെ കാണുന്നത് ഖദീജാനെയാണ്. ആയിഷ എങ്ങനെ ആയിഷ വെള്ളം കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അവിടെ നിന്ന് ഓർമ്മ വരുന്നത് ഖദീജാനെയാണ്. ഇത് കേട്ടപ്പോൾ സാധാരണ ഒരു പ്രശ്നം ഉണ്ടാവുമല്ലോ, ഉണ്ടാവൂലേ? ഇവിടെ 2 കല്യാണം കഴിച്ച ആൾക്കാരുണ്ടാ? 2 കല്യാണം കഴിച്ച ആൾക്കാരുണ്ടാ? ഉണ്ടാ? കഴിക്കാൻ വേണ്ടി പറഞ്ഞതല്ലവോ പഠിച്ചോനെ, 2 കല്യാണം കഴിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. കഴിച്ചവരുണ്ടെങ്കിൽ അവർക്ക് അറിയുള്ളൂ. ഇനി കഴിച്ചവരുണ്ടെങ്കിൽ ഒരു ഭാര്യന്റെ വിഷയം മറ്റേ 2ാമത്തെ ഭാര്യയോട് പറയാൻ പോയി എങ്ങനെ ഉണ്ടാവും? നിങ്ങൾ പറയുന്ന അർത്ഥാന്നില്ലേ? ആണല്ലേ? 2 കല്യാണം കഴിച്ചവരുണ്ടെങ്കിൽ ഒരു ഭാര്യന്റെ വിഷയം 2ാമത്തെ ഭാര്യയോട് പറഞ്ഞ എങ്ങനെ ഉണ്ടാവും? അതന്നെ. എങ്കിലേ ഇതേപോലെ ആയിഷ ബീബി ആ തണ്ണി കൊണ്ടുപോയിട്ട് റസൂലുള്ളാഹിക്ക് കൊടുക്കുമ്പോ എനിക്ക് ഖദീജാനെ ഓർമ്മയുണ്ടെന്ന് പറയുമ്പോ പെണ്ണുങ്ങല്ല, അപ്പൊ അത് സംഭവം ഉണ്ടാവുമല്ലോ. ആയിഷ അങ്ങോട്ട് പറഞ്ഞു, ഇങ്ങനെ എപ്പോഴും നോക്കിയ ഒരു ഖദീജ, എപ്പോഴും നോക്കിയ ഒരു ഖദീജാനെ, എന്താ ഞങ്ങളതൊന്നും പിടിക്കുന്നില്ലേ എന്നിട്ട് ഒറ്റൊരു പോക്ക്. അതുണ്ടാവുമല്ലോ. 2ാമത് കഴിക്കാൻ വേണ്ടി പറഞ്ഞത് എല്ലാം. ഇനി കഴിച്ചവരുണ്ട്, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇനി 1 കിട്ടിയവരാണെങ്കിൽ അള്ളാഹു ഖിയാമത്ത് നാൾ വരെ സന്തോഷത്തോടു കൂടി ജീവിക്കാൻ തൗഫീക്ക് നൽകുമാറാവട്ടെ. 2 വേണ്ടവോ? 1 തന്നെ മതി. അങ്ങനെ ആയിഷ അപ്പൊ ചിന്തിക്കേണ്ടത് എന്താണ്? അതിന്റെ ഖദീജ മരിച്ചതിന് ശേഷമാണ് മറ്റുള്ള എല്ലാ വിവാഹം അള്ളാഹുവിന്റെ ഹബീബ് കഴിച്ചത്. എന്നിട്ട് പോലും ആ മറ്റൊത് കഴിച്ചിട്ട് പോലും ഖദീജ തന്നെയായിരുന്നു മനസ്സിൽ. എന്താ കാരണം? ഭാര്യ ഭർത്താക്കൾ പൊരുത്തപ്പെട്ട് ജീവിക്കണോ. ഇനി പ്ലസ് പോയിന്റ് അതാണ്. കുടുംബമാകുമ്പോ തുടക്കം തന്നെ എന്താണ്? ഭാര്യ ഭർത്താക്കൾ, അത് പിന്നീടല്ല ബാക്കിയെല്ലാം ഉണ്ടാവുന്നത്. അബൂബക്കർ ആജി ഫാമിലി എന്ന് പറയുമ്പോ ഫസ്റ്റ് ഉണ്ടായത് എന്താണ്? കുടുംബല്ലേ? ഈ ഭാര്യ ഭർത്താക്കൾ പൊരുത്തപ്പെട്ട് ജീവിക്കുമ്പോഴാണ് മറ്റുള്ളത് എല്ലാം ഉണ്ടാകുന്നത്. അങ്ങനെയാണ് ആയിഷ ബീബി അവിടെ നിന്ന് ആവശ്യങ്ങൾ പറഞ്ഞത്. ചുരുക്കി പറഞ്ഞാല് ഖദീജ ബീബി ആയിരുന്നു റസൂലുള്ളാഹിന്റെ എല്ലാം ആയിരുന്നു. അപ്പൊ ഞാൻ ചുരുക്കി പറയാണ്, മറ്റൊരു പരിപാടിക്ക് പോകേണ്ടത് കൊണ്ട് ചുരുക്കുകയാണ്. അങ്ങനെ അതിന്റെ ശേഷമാണ്, ഖദീജ മരിച്ചതിന്റെ ശേഷമാണ് അള്ളാഹുവിന്റെ ഹബീബ് മദീനയിലേക്ക് ഹിജ്റ പോകുന്നത്. അത് ഖദീജ മരിച്ചതിന്റെ ശേഷം മദീനയിലേക്ക് പോകുമ്പോ പ്രിയമുള്ളവരെ, ഞാൻ ആലോചിക്കേണ്ടതുണ്ട്, ഞാൻ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് മദീനയിലേക്ക് പോവുകയാണ്. അവിടെ നിന്ന് മദീനയിലേക്ക് പോകുന്ന സമയത്ത് അള്ളാഹുവിന്റെ ഹബീബിനെ സ്വീകരിക്കാൻ വേണ്ടി അൻസാരികൾ ലൈനായിട്ട് സാലായിട്ട് നിൽക്കുകയാണ്. അള്ളാഹുവിന്റെ ഹബീബിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് തലകൾ പാടിയിട്ട് ഇങ്ങനെ ഓരോ വിഷയങ്ങൾ പാടിയിട്ട്, അത് ആണുങ്ങളും പെണ്ണുങ്ങളും ഉമ്മമാരും സഹോദരിമാരും എല്ലാവരും അള്ളാഹുവിന്റെ ഹബീബിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കുകയാണ് മദീനയിൽ. ആ സമയത്തിലാണ് അള്ളാഹിന്റെ ഹബീബ് അവിടെ നിന്ന് ഉപദേശിക്കുന്നത്. അള്ളാഹിന്റെ ഹബീബ് ഉപദേശിക്കുകയാണ്. ആദ്യമായിട്ട് അള്ളാഹിന്റെ ഹബീബ് മദീനക്കാരോട് സലാം പറഞ്ഞു. പ്ലസ് പോയിന്റ് ആണ് പറയുന്നത്. ഞാൻ പറയാൻ പോകുന്ന വിഷയം കല്ലിൽ കുത്തിവെക്കുന്നത് പോലെ ഞങ്ങളെ മനസ്സിൽ കുത്തിവെക്കേണ്ട ഒരു വിഷയമാണ്. അള്ളാന്റെ ഹബീബ് മദീനയിലേക്ക് ഹിജ്റ പോയപ്പോൾ അവിടുന്ന് കണ്ട സഹാബികളോട്, അൻസാരികളോട് അവിടുന്ന് പറഞ്ഞു. ആദ്യമായിട്ട് സലാം പറഞ്ഞതിന് ശേഷം അവിടുന്ന് പറഞ്ഞ ഒരു വിഷയമുണ്ട്. നിങ്ങൾ സമ്പത്ത് കൊണ്ടാ എന്നല്ല, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒരു വിഷയമല്ല പറഞ്ഞത്. അവിടുന്ന് ബദ്സിലുൽ അർഹാം ആദ്യം കണ്ട ഉടനെ, സലാം പറഞ്ഞതിന്റെ ഉടനെ പറഞ്ഞത് സിലുൽ അർഹാം, നിങ്ങൾ കുടുംബബന്ധം കൂട്ടി ഉറപ്പിക്കുക എന്നുള്ളതാണ്. കുടുംബബന്ധം കൂട്ടി ഉറപ്പിക്കുക എന്നാണ് പറഞ്ഞത്. കുടുംബത്തിന് പ്രത്യേകതയുണ്ട്, മഹത്വതയുണ്ട്. വസീലത്തുൽ അർഹാമി മിൻ അഫ്ളലി ത്വാഅതി ബഅദൽ ഈമാൻ ശഫീഉനാ റസൂലുള്ളാഹി. വസീലത്തുൽ അർഹാമി മിൻ അഫ്ളലി ത്വാഅതി ബഅദൽ ഈമാൻ, ഈമാൻ കഴിഞ്ഞതിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായത് അത് കുടുംബബന്ധം ചേർക്കലാണ്. കുടുംബബന്ധം ചേർക്കാതെ ആരെങ്കിലും ബുദ്ധിമുട്ടിലായാൽ, ആരെങ്കിലും കഷ്ടത്തിലായാൽ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അത് അള്ളാഹുവുമായിട്ട് വിട്ടുപിരിഞ്ഞതുപോലെയാണ്.
അതുകൊണ്ടല്ല അള്ളാഹുവിന്റെ ഹബീബ് സഹാബികളോട് ചോദിച്ച് മൻ ഖൈറുന്നാസ്, ജനങ്ങളിൽ വെച്ചുകൊണ്ട് ഏറ്റവും ഖൈറായ ആൾ ആരാണ്, ജനങ്ങളിൽ വെച്ചുകൊണ്ട് ഏറ്റവും ഉത്തമൻ ആരാണ്? സഹാബികളോട് ഇതേപോലത്തെ ഒരു സദസ്സിൽ ചോദിക്കുന്ന, അല്ലയോ സഹാബ, മൻ ഖൈറുന്നാസ്, ജനങ്ങളിൽ വെച്ചുകൊണ്ട് ഏറ്റവും ഖൈറായ ആള് ആരാണ് സഹാബ? ഏറ്റവും നല്ല ആളാര്? ജനങ്ങളിൽ വെച്ചുകൊണ്ട് ഏറ്റവും ഖൈറായ ആളാര്? സഹാബികളിൽ നിന്ന് ഓരോരുത്തരും ഓരോ അഭിപ്രായം പറഞ്ഞ് അതിൽ ഒരു സഹാബി പറഞ്ഞ് യുസല്ലി കുല്ല യൗമിൻ വലൈലത്തിൻ അൽഫ റകാത്ത്. എങ്ങനെ? യുസല്ലി കുല്ല യൗമിൻ വലൈലത്തിൻ അൽഫ റകാത്ത്. എല്ലാ ദിവസവും രാത്രി 1000 റകാത്ത് നിസ്കരിക്കുന്ന ആളാണ് ഈ ജനങ്ങളിൽ വെച്ചുകൊണ്ട് ഏറ്റവും ഉത്തമൻ. എങ്ങനെ? റസൂലുള്ള സഹാബികളോട് ചോദിക്കുന്ന, മൻ ഖൈറുന്നാസ്, ജനങ്ങളിൽ വെച്ചുകൊണ്ട് ഏറ്റവും ഉത്തമൻ ആരാണ് സഹാബ എന്ന് ചോദിക്കുമ്പോൾ അവിടെ നിന്ന് പറഞ്ഞത്, രാത്രി 1000 റകാത്ത് നിസ്കരിക്കുന്ന ആളാണ് നബിയേ. അപ്പയാണ് അള്ളാന്റെ ഹബീബ് അവിടെ നിന്ന് പറഞ്ഞില്ല, അവരല്ല 1000 റകാത്ത് നിസ്കരിക്കുന്നവരല്ല, നോമ്പ് നോക്കുന്നവരല്ല, പിന്നാലാണ് ഔസുലിഹിം ലിറഹ്മാ, കുടുംബബന്ധം ചേർക്കുന്നവരാണ്. ജനങ്ങളിൽ വെച്ചുകൊണ്ട് ഏറ്റവും ഉത്തമൻ ആരാണ്? കുടുംബബന്ധം ചേർക്കുന്നവരാണ്. ഞങ്ങൾക്കറിയുമല്ലോ മഹാനായ അനസ് റളിയല്ലാഹു അൻഹുവിനെ. അനസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ കൂടെ 10 കൊല്ലം ഖാദിമായി ജീവിച്ച ആളാണ്. 10 കൊല്ലം അള്ളാന്റെ ഹബീബിന്റെ കൂടെ ഖാദിമായി ജീവിച്ച അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്താ പറയുന്നത്? അള്ളാഹുവിന്റെ ഹബീബിന് മരണമാസന്നമായ സമയത്ത്, മരിക്കാൻ മരണമെടുത്ത സമയത്ത് അവിടുന്ന് റസൂലുള്ളാന്റെ ചുണ്ട് അനങ്ങുന്നത് കണ്ടു. റസൂലുള്ളാന്റെ ചുണ്ട് അനങ്ങുന്നത് കണ്ടു. അങ്ങനെ മെല്ലെ ഞങ്ങളെല്ലാം പോയിട്ട് റസൂലുള്ളാന്റെ ചുണ്ട് അനങ്ങുന്നത് എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് മെല്ലെ അങ്ങോട്ട് ചെവി വെച്ച് നോക്കുമ്പോ അവിടുന്ന് പറയുന്നത് അൽ അർഹാം അൽ അർഹാം അൽ അർഹാം എന്നാണ്. ഭരിക്കുന്ന സമയത്തിൽ പോലും അവിടെ റസൂലുള്ള പറയുന്നുണ്ടായത് അൽ അർഹാം, കുടുംബബന്ധത്തെ കുറിച്ചാണ്. കുടുംബബന്ധം ചേർക്കണേ, കുടുംബബന്ധം ചേർക്കണേ, കുടുംബബന്ധത്തിന്റെ കാര്യത്തിൽ സൂക്ഷിക്കണേ എന്നാണ് മരണമാസന്നമായ സമയത്ത് പോലും അള്ളാഹുവിന്റെ ഹബീബിന്റെ ചുണ്ടിൽ വന്നുകൊണ്ടിരുന്നത്. പ്രിയമുള്ളവരെ, അതുകൊണ്ടല്ല പറഞ്ഞത് ലാ യദ്ഖുലുൽ ജന്നത കാതിഉർ റഹീം. എങ്ങനെ? ലാ യദ്ഖുലുൽ ജന്നത കാതിഉർ റഹീം. എങ്ങനെ? കുടുംബ ബന്ധം മുറിക്കുന്നവന് സ്വർഗത്തിൽ കടക്കൂല. കുടുംബ ബന്ധം മുറിക്കുന്നവന് സ്വർഗത്തിൽ കടക്കൂല. ഇത് കേട്ടപ്പോഴാണ് മഹാനായ അലി റളിയല്ലാഹു അൻഹു അള്ളാന്റെ ഹബീബ് പറഞ്ഞു കൊടുക്കുകയാണ്, കുടുംബബന്ധം മുറിക്കുന്നവർ നിങ്ങളെ കൂട്ടത്തിലുണ്ടോ? കുടുംബബന്ധം മുറിക്കുന്നവർ നിങ്ങളെ കൂട്ടത്തിലുണ്ടോ? ഓന് സ്വർഗത്തിൽ കടക്കൂലാന്ന്. ഇത് കേട്ടപ്പോഴാണ്, ഈ ഹദീസ് കേൾക്കുമ്പോഴാണ് അള്ളാന്റെ അലി റളിയല്ലാഹു അൻഹു അവിടുന്ന് സ്വന്തം മക്കൾ വിളിക്കുന്നു. ഹസൻ റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുന്നു, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുന്നു. എന്നിട്ട് ഹസൻ റളിയല്ലാഹു അൻഹുവിനെ മടിയിലിരുത്തിക്കൊണ്ട് അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, ലാ തസ്ഹബന്ന കാതിഹുർ റഹീം, ലാ തസ്ഹബന്ന കാതിഹുർ റഹീം ഫഇന്നി വജദ്തുഹു മൽഊനൻ ഫീ കിതാബില്ലാഹി ഫീ സലാസതി മവാളിയാ ഫഹൽ അസൈതുൻ ഇൻ തവല്ലൈതുൻ അൻ തുഫ്സിദു ഫിൽ അർളി വതുഖദ്ദിഹു അർഹാമകും ഉലൈക അല്ലദീന ലഅനഹുമുല്ലാഹ്. എന്താണ്? മഹാനായ അലി റളിയല്ലാഹു അൻഹു ലാ യദ്ഖുലുൽ ജന്നത കാതിഹുർ റഹീം, കുടുംബബന്ധം മുറിക്കുന്നവർ സ്വർഗത്തിൽ കടക്കൂല എന്നുള്ള ഹദീസ് അള്ളാന്റെ ഹബീബ് സഹാബികൾക്ക് പറഞ്ഞു കൊടുത്തപ്പോ ആ സദസ്സിൽ നിന്ന് അലി റളിയല്ലാഹു അൻഹു എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് വീട്ടിൽ വന്നുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ വിളിച്ചുകൊണ്ട് ഹസൻ റളിയല്ലാഹു അൻഹുവിനെ, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുകയാണ്. എന്നിട്ട് ഹസൻ റളിയല്ലാഹു അൻഹുവിനെ മടിയിലിരുത്തിക്കൊണ്ട് അവിടെ നിന്ന് പറയുന്നു, ലാ തസ്ഹബന്ന കാതിഹുർ റഹീം, മക്കളെ നിങ്ങൾ ചിന്തിക്കണേ, ആലോചിക്കണേ. ഹസനെ, ലാ തസ്ഹബന്ന കാതിഹുർ റഹീം, കുടുംബബന്ധം മുറിക്കുന്നവരുടെ കൂടെ നിങ്ങൾ ഇരിക്കരുത്, കുടുംബബന്ധം മുറിക്കുന്നവരുടെ കൂടെ നിങ്ങൾ കൂടരുത്.
കുടുംബത്തിൽ പ്രശ്നമുണ്ടാക്കുന്നവരുടെ കൂടെ നിങ്ങൾ പോകരുത്, അവരുടെ കൂടെ ഇരിക്കരുത്, അവരുടെ കൂടെ സംസാരിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് പറയുകയാണ്. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ 3 സ്ഥലത്തിൽ പറഞ്ഞിട്ടുണ്ട്, കുടുംബം ബന്ധം മുറിക്കുന്നവരുടെ കൂടെ പോകരുത്, സാവസിക്കരുത്. മാത്രമല്ല ഉലൈകല്ലദീന ലഅനഹുമുല്ലാഹ്, കുടുംബ ബന്ധം മുറിക്കുന്നവര്, കുടുംബത്തിനോട് കൂടെ ചേരാതവര്, കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നം വരുന്ന സമയത്ത് കൈകോർക്കാതവര്, അവരുടെ കൂടെ നിങ്ങൾ ചേർക്കരുതേ, കൂടരുതേ എന്ന് ഖുർആനിൽ 3 സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഹസനെ വിളിച്ചുകൊണ്ട് ഹുസൈനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പറയുകയാണ്, ഉലൈകല്ലദീന ലഅനഹുമുല്ലാഹ്, അവർക്ക് അല്ലാഹുവിന്റെ ശാപമുണ്ട് മക്കളെ, അവരുടെ കൂടെ നിങ്ങൾ കൂടരുത് എന്ന് അലി റളിയല്ലാഹു അൻഹു പ്രിയപ്പെട്ട മക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പം നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് പ്രിയമുള്ള, ഞാൻ ആലോചിക്കേണ്ടതുണ്ട്. ഇന്ന് എവിടെ പോയാലും പ്രശ്നങ്ങളാണ്, എവിടെ പോയാലും കുഴപ്പങ്ങളാണ്. ഒരാൾക്ക് ഒരാളെ കണ്ടാൽ പറ്റുന്നില്ല, ഉപ്പാക്ക് മക്കളെ കണ്ടാൽ പറ്റുന്നില്ല, മക്കൾക്ക് ഉപ്പാനും ഉമ്മാനെ കണ്ടാൽ പറ്റുന്നില്ല. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളും കുഴപ്പങ്ങളും ആകുന്ന സമയത്ത് അൽഹംദുലില്ലാഹ് ഞാൻ ഇങ്ങനത്തെ ഒരുപാട് കുടുംബ സംഗമത്തിൽ കൂടിയിട്ടുണ്ട്. എങ്കിലും ഈ ആ ഫാമിലിയുടെ ഈ ഒഗട്ട്, ഈ ഐക്യം കാണുമ്പോൾ എത്രയോ സന്തോഷമാകുന്നു. അതുമാത്രമല്ല, ഈ കുടുംബത്തിനെ കുറിച്ചിട്ട് അറിഞ്ഞു നോക്കുമ്പോൾ, പഠിച്ചു നോക്കുമ്പോൾ, ഇവിടെ കാണുന്ന ഈ മുഹിയുദ്ദീൻ പള്ളിയുടെ നേരെ പിന്നാമ്പുറം അബൂബക്കറെ ഒരുപാട് നല്ലതായ എത്രയോ ആൾക്കാരുകൾ മൺമറഞ്ഞു കിടക്കുന്നുണ്ട്. അതിൽ പ്രധാനികളെ ഈ ഫാമിലിയിൽപ്പെട്ട ആൾക്കാരെന്ന് പറയുമ്പോൾ എല്ലാം കൊണ്ടും ഈ ഫാമിലി ധന്യമാണ്. അള്ളാഹു ഈ ഫാമിലിയെ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തട്ടെ. ഐക്യത്തോടെ, യോജിപ്പോടെ, ഒരുമയോടുകൂടി ഇനിയും ധാരാളം പരിപാടികൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. പ്രിയമുള്ള, ഇത് പറയാനുള്ള കാരണം അലി റളിയല്ലാഹു അൻഹു മക്കളെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, എന്താണ്, ആരെങ്കിലും കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ അവരെ കൂടെ നിങ്ങൾ കൂടരുത്, കുടുംബത്തിനെ യോജിപ്പിക്കാൻ നോക്കണം, പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ പരിഹരിക്കാൻ നോക്കണമെന്ന് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇതിൽ നമുക്ക് പാഠമാണ്. ആ ഖുർആനിലുള്ള ഉലൈകല്ലദീന ലഅനഹുമുല്ലാഹ്, കുടുംബ ബന്ധം മുറിക്കുന്ന അള്ളാന്റെ ശാപം എന്നാണ് പറഞ്ഞത്, മറ്റുള്ളവരുടെ ശാപം എന്നല്ല. അള്ളാന്റെ ശാപം തന്നെ ദാരിദ്ര്യം ഉണ്ടാവും, എല്ലാത്തിലും ദാരിദ്ര്യം ഉണ്ടാവുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ കുടുംബത്തിന്റെ പ്ലസ് പോയിന്റ് ആണ് ഉപ്പ ഉമ്മ എന്നുള്ളത്. നേരത്തെ തങ്ങൾ പറഞ്ഞല്ലോ, ഈ ഉപ്പ ഉമ്മ എന്നുള്ളതാണ് അതിൻ്റെ ഒന്നാമത്തെ ഘടകം. ആ ഘടകത്തെ ഞാൻ വേണ്ടുന്നത് പോലെ അറിയിക്കുന്ന രീതിയിൽ തന്നെ അവർക്ക് കൊടുക്കേണ്ട ബഹുമാനവും ആദരവും കൊടുക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. എത്ര മുതിർന്നവരാവണമെങ്കിലും, എത്ര ഇനി മക്കൾ എത്ര മേലെ തട്ടിലാണെങ്കിലും നമുക്ക് ജന്മം നൽകിയ ഉപ്പാനെയും ഉമ്മാനെയും ഞാൻ വിട്ടുകൊണ്ടുള്ള ഒരു കളിയും ഉണ്ടാകാൻ പാടില്ല. കാരണം നിങ്ങൾക്കറിയല്ലോ, മാ മിൻ വലദിൻ യൻദുറു ഇലാ വാലിദൈഹി നദറ റഹ്മതി ഇല്ലാ കതബല്ലാഹു ലഹു ബികുല്ലി നദറതൻ ഹജ്ജതൻ മബ്റൂറാ, ഹദീസിൽ കൂടി പറയുന്നത്. അതായത് ആരെങ്കിലും ഒരാള് ഒരു ഉമ്മയുടെ മുഖം നല്ല റഹ്മത്തോടു കൂടി സന്തോഷത്തോടു കൂടി നോക്കുകയാണെങ്കിൽ, എങ്ങനെ ശരിക്കും നോക്കുക, ഹദീസാണ്. ഏതെങ്കിലും ഒരാള് സന്തോഷത്തോടു കൂടി ഒരു ഉമ്മയുടെ മുഖം നോക്കുകയാണെങ്കിൽ ഇല്ലാ കതബല്ലാഹു ലഹു ബികുല്ലി നദറതൻ ഹജ്ജതൻ മബ്റൂറാ, ഒരു ഉമ്മാന്റെ മുഖം നോക്കിയിട്ടാകുമ്പോ ഉമ്മ ആ നോക്കൽ കൊണ്ട് ആ ഉമ്മ സന്തോഷിച്ചു കഴിഞ്ഞാൽ, ആ ഉപ്പ സന്തോഷിച്ചു കഴിഞ്ഞാൽ ഓനിക്ക് കിട്ടുന്ന കൂലി, അവർക്ക് കിട്ടുന്ന പ്രതിഫലം ഹജ്ജതൻ മബ്റൂറാ, മബ്റൂറായ ഹജ്ജ് ചെയ്ത കൂലിയാണ്. അള്ളാന്റെ ഹബീബ് പറഞ്ഞു കൊടുക്കുകയാണ് ഉമ്മാന്റെ മാറ്റം, ഉപ്പാന്റെ മാറ്റം. ഇന്ന് നമ്മള് ഉപ്പാന്റെ മുഖം നോക്കിയിട്ട് എത്ര കാലങ്ങളായിട്ടുണ്ടാവും? ഉപ്പാന്റെ മുഖം നോക്കിയിട്ട് സംസാരിച്ചിട്ട് എത്ര കാലങ്ങളായിട്ടുണ്ടാവും? എന്താ പറഞ്ഞത്? ഹജ്ജതൻ മബ്റൂറാണ്, മബ്റൂറായ ഹജ്ജ് ചെയ്ത കൂലിയാണ്. അപ്പോഴാണ് ഈ ഹദീസ് പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരു കുട്ടി അള്ളാഹുവിന്റെ ഹബീബിനോട് ചോദ്യം ചോദിക്കുകയാണ്, അള്ളാന്റെ ഹബീബേ, എന്റെ ഉപ്പ രോഗിയാണ്, എന്റെ ഉപ്പ കിടപ്പിലാണ്,
എൻ്റെ ഉപ്പ ഇവിടെയില്ല, ഞാൻ എൻ്റെ ഉപ്പാന്റെ അരികിൽ പോയിട്ട് ഉപ്പാന്റെ മുഖം 100 വട്ടം നോക്കിയാൽ, ഉപ്പാന്റെ മുഖം 100 പ്രാവശ്യം നോക്കിയാൽ മബ്റൂറായ 100 ഹജ്ജ് ചെയ്ത കൂലി കിട്ടുമോ നബിയേ? ഒരാൾ ചോദിക്കുക. എങ്ങനെ? 1 വട്ടം സന്തോഷത്തോടു കൂടി ഉമ്മയുടെ മുഖം നോക്കിയാൽ മബ്റൂറായ ഹജ്ജ് ചെയ്ത കൂലിയാണെന്ന് റസൂലുള്ള പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരാൾ വന്നിട്ട് ചോദിക്കുന്നത്, എൻ്റെ ഉപ്പ രോഗിയാണ് നബിയേ, എൻ്റെ ഉപ്പ രോഗിയാണ് നബിയേ, ഉപ്പ കടപ്പിലാണ് വീട്ടില്, ഞാൻ ഉപ്പാന്റെ അരികിൽ പോയിട്ട് ആ ഉപ്പാന്റെ മുഖം 100 പ്രാവശ്യം നോക്കുകയാണെങ്കിൽ 100 ഹജ്ജ് ചെയ്ത കൂലി കിട്ടുമോ നബിയേ എന്ന് ചോദിക്കുമ്പോ മിയത മബ്റൂറ ഹജ്ജ, 100 ഹജ്ജ് ചെയ്ത കൂലി കിട്ടും എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. ഇന്ന് ലക്ഷക്കണക്കിന് 2 ലക്ഷവും 3 ലക്ഷവും 5 ലക്ഷവും കൊടുത്തിട്ട് ഹജ്ജിന് പോകുന്നു. അത് മബ്റൂറാവോ, അത് മക്ബൂലാവോ എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ കഴിയൂല. എങ്കില് സ്വന്തം പ്രസവിച്ച ഉമ്മാന്റെ മുഖം നോക്കിയാൽ, ഉപ്പാന്റെ മുഖം നോക്കിയാൽ 100 ഹജ്ജ് 100 പ്രാവശ്യം നോക്കിയാൽ 100 ഹജ്ജ് ചെയ്ത മബ്റൂറായ ഹജ്ജ് ചെയ്ത കൂലി കിട്ടുമെന്ന് സഫീഹുനാ റസൂലുള്ളാഹി. പ്രിയമുള്ളവരെ, ഞാൻ ആലോചിക്കണം, ഇന്ന് ഉപ്പാന്റെ മുഖം നോക്കാൻ സമയമില്ല. മക്കൾക്ക് ഉപ്പാനെ നോക്കാൻ സമയമില്ല. ഉപ്പാക്കാണെങ്കിലോ മക്കളോട് സംസാരിക്കാനും സമയമില്ല. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഉപ്പ സുബഹി നിസ്കരിച്ചിട്ട് അങ്ങ് പോയാൽ പിന്നെ വരുന്നത് രാത്രി 9 മണിക്കാണ്. ഉപ്പ എഴുന്നേൽക്കുന്ന സമയത്ത് മക്കളെ കാണുന്നില്ല. മക്കള് രാത്രി വരുമ്പോ വന്നിട്ട് കിടന്നുറങ്ങിയാൽ ഉപ്പ മക്കൾ കിടന്നതിന് ശേഷം വരുന്നത്. അപ്പോ ഉപ്പ ആരി, ഉമ്മ ആരി, അല്ലെങ്കിൽ മക്കളാരി, ഉപ്പ ആരി എന്ന് പോലും പരസ്പരം അങ്ങോട്ട് ലാളിത്യത്തിൻ്റെ വളർത്താൻ പോലും സാധിക്കുന്നില്ല. പ്രിയമുള്ളവരെ, അതെല്ലാം മാറ്റിയെടുക്കണം. നേരത്തെ തങ്ങൾ പറഞ്ഞത്, ഒരു ലീവുള്ള ദിവസമെങ്കിലും കണ്ടെത്തിയിട്ട് ഒരു വട്ടമേശന്റെ ചുറ്റുപാടും ഉപ്പയും ഉമ്മയും മക്കളും, അതല്ല കുടുംബം നടന്നത്, ഇതെല്ലാം ഒരുമിച്ച് കൂടുന്ന ഒരു സമ്പ്രദായം ആഴ്ചയിൽ 1 വട്ടമെങ്കിലും ഞങ്ങൾ അത് ഉണ്ടാക്കിയെടുക്കണം. അതല്ല കുടുംബം. കൂടുമ്പോൾ ഉണ്ടാകുന്ന ഇമ്പത്തിനാണ് കുടുംബം എന്ന് പറയുന്നത്. ഇത് എപ്പോഴാണ് കൂടുന്നത്? ഉപ്പ വരുമ്പോ ഉമ്മയില്ല, ഉമ്മ വരുമ്പോ ഉപ്പയില്ല, മക്കളില്ല, പിന്നെ എപ്പോഴാണ് ഇമ്പം ഉണ്ടാകുന്നത്? കൂടുമ്പോൾ, ഒരുമിച്ച് കൂടുമ്പോ ഒട്ടു സേരുവാക സന്തോഷം വരുമ്പേക്കും അല്ലെ? ഒരുമിച്ച് കൂടുമ്പോൾ ഉണ്ടാകുന്ന ഇമ്പത്തിനാണ് കുടുംബം എന്ന് പറയുന്നത്. അത് ഉണ്ടാകുന്നത് എപ്പോഴാണ്? ഒരുമിച്ച് കൂടണം. ഉപ്പയും മക്കളും അതുപോലെ തന്നെ ഉമ്മയും എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ പരസ്പരം മക്കൾക്ക് ഉപ്പാന്റെ മുഖം നോക്കാൻ, മക്കൾക്ക് ഉമ്മാന്റെ മുഖം നോക്കാൻ ഒരു മബ്റൂറായ ഹജ്ജ് ചെയ്യേണ്ട ആ പ്രതിഫലം കിട്ടാനുള്ള സാഹചര്യം നിങ്ങൾ ഒരുക്കി കൊടുക്കണം. അല്ലാഹു നല്ലത് ചെയ്യുവാൻ തൗഫീക്ക് നൽകുമാറാവട്ടെ. ഒരാൾ വന്നിട്ട് ചോദിച്ചതാണ്, എൻ്റെ ഉപ്പ രോഗിയാണ്, ആ രോഗിയായിട്ടുള്ള ഉപ്പാന്റെ മുഖം 100 പ്രാവശ്യം നോക്കിയാൽ മബ്റൂറായ ഹജ്ജ് ചെയ്ത കൂലി കിട്ടൂന്ന് പറഞ്ഞു. അപ്പയാണ് വേറെ ഒരാൾ ചോദിക്കുന്നത്, അള്ളാന്റെ ഹബീബേ, എൻ്റെ ഉപ്പയും ഉമ്മയും അക്രമിയാണ്, എൻ്റെ ഉപ്പയും ഉമ്മയും ദ്രോഹികളാണ്, വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നു നബിയെ, അവരെ മുഖം നോക്കൽ കൊണ്ടും ഞങ്ങൾക്ക് മബ്റൂറായ ഹജ്ജ് ചെയ്ത കൂലി കിട്ടുമോ? നെക്സ്റ്റ് വേറൊരു സഹാബി ചോദിക്കുന്നത്, എങ്ങനെ? രോഗിയായ നോക്കിയാലും കിട്ടുന്ന കൂലി പറഞ്ഞു. രണ്ടാമത് ചോദിക്കുന്നത്, എൻ്റെ ഉപ്പ വല്ലാതെ അക്രമിയാണ്, കണ്ടാ പറ്റൂല. കാരണം കല്യാണം കഴിച്ചതിന് ശേഷം ഞങ്ങളെ തീരെ കണ്ടുകൂടാ അല്ലേ? ഇപ്പൊ അങ്ങനല്ലേ? ഒരു വീട്ടില് ഒരു മോന് കല്യാണം കഴിച്ച് വന്നാല് അത് ഭാര്യന്റെ ഭാഗത്തിൽ കൂടി ചിലപ്പോൾ പ്രശ്നങ്ങൾ വന്നാൽ പിന്നെ ഉപ്പ വേറെ ഉമ്മ വേറെ എല്ലാം വേറെയായി. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ അവരുടെ മുഖം നോക്കിയാൽ അക്രമിയായ, ദോഷിയായ, ഒന്നിനും കൊള്ളാതെ മോശപ്പെട്ട എൻ്റെ ഉപ്പ മോശമാണ്, എൻ്റെ ഉപ്പ അക്രമിയാണ്, ആ ഉപ്പാന്റെ മുഖം നോക്കിയാലും മബ്റൂറായ ഹജ്ജ് ചെയ്ത കൂലി കിട്ടുമോ? അപ്പോഴും അള്ളാന്റെ ഹബീബ് പറഞ്ഞു, അതേ കൂലി കിട്ടുമെന്ന്. കാരണം എന്താ? ഉപ്പാനെ ഉമ്മാനെ വേദനിച്ചു കൊണ്ടുള്ള ഒരു പരിപാടിയും അല്ലാഹ് പഠിച്ചിട്ടില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കല്യാണം കഴിച്ചിട്ട് വരുമ്പോക്കിനെ ഇതിനിടയ്ക്ക് കുറച്ചു കാലം മുമ്പ് ജോലി ചെയ്യുന്ന സമയത്ത് ഒരാൾ വന്ന് പറയുകയുണ്ടായി. എന്താണ്? ഒരു മകൻ വന്നിട്ട് പറയാ, ഉസ്താദെ മരിക്കാൻ വേണ്ടി ദുആ ചെയ്യണം ഉസ്താദ്. ഒരാൾ വന്നിട്ട് പറയാ, മരിക്കാൻ വേണ്ടി ദുആ ചെയ്യണം.
ഒരിക്കലും പാടില്ല. മരിക്കാൻ വേണ്ടി നമ്മൾ ദുആ ചെയ്യാൻ പാടില്ല. പക്ഷെ ഒരാൾ വന്നിട്ടായിട്ട് പറയാ, ഉസ്താദ് നാളെ സുബഹിയാകുമ്പോഴൊന്ന് മരിച്ചു കിട്ടിയാൽ മതി എന്നെ ഉസ്താദ് ഒന്ന് ദുആ ചെയ്യണേ. എന്തേ ചോദിക്കുമ്പോൾ, ഞാൻ ദുബൈയിൽ പോയിട്ട് 5 വർഷമായി. ഞാൻ ഇന്നലെ രാത്രിയാണ് വന്നത്. ഇന്നലെ രാത്രി ഞാൻ വന്നിട്ടായിട്ട് എൻ്റെ ഉമ്മാൻ്റെ അരികിൽ പോയിട്ട് ഞാൻ ഉമ്മാനോട് സലാം പറഞ്ഞു, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞപ്പോൾ ഉമ്മ എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് കാക്കടിച്ച് തുപ്പി. ഉസ്താദേ, ഇത് കേട്ടപ്പോൾ എനിക്ക് എല്ലാം പോയി, എനിക്കൊന്നും വേണ്ട, നാളെ ആകുമ്പോഴേക്ക് എനിക്ക് മരിച്ചാൽ മതി എന്ന് തോന്നി. ഒന്ന് ദുആർക്കണേ. എന്താ സംഭവം? അദ്ദേഹം നാളെ ദുബൈയിൽ പോയിട്ട് 5 വർഷമായി. എന്തോ ആ ഭാര്യയുമായിട്ടുള്ള എന്തോ ഒരു ആ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടായിട്ട് സ്വന്തം ഉമ്മ മകനോട് പോയിട്ടായിട്ട് സലാം പറയുമ്പോൾ, മകൻ ഉമ്മാക്ക് പോയിട്ട് സലാം പറയുമ്പോൾ ഉമ്മ മടക്കുന്നില്ല. എങ്കിലും ആ ഉമ്മാന്റെ മുഖം നോക്കിയത് എനിക്ക് മബ്റൂറായ ഹജ്ജിന്റെ കൂലി കിട്ടുമെന്ന് പറയാണ്. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്, ആലോചിക്കേണ്ടതുണ്ട്. ഇതേപോലെ തന്നെ മറ്റൊരാൾ ഒരു വയലിൽ പറയുന്നതായ കേട്ട ഒരു ചെറിയൊരു കഥ ഞാൻ പറയാം. പ്രിയമുള്ളവരെ, ഒരിക്കലും ഹജ്ജിന്റെ ക്ലാസ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, എല്ലാം കഴിഞ്ഞിട്ട് അതിന്റെ കണക്കും കാര്യങ്ങളും ഇങ്ങനെ ചെയ്ത് അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വയസ്സായ ഒരാൾ ആ ഹജ്ജിന്റെ ക്ലാസ്സിന്റെ സമയത്ത് ഒരാൾ ആ വേദിയിലേക്ക് കയറി വന്നുകൊണ്ട് അവിടെ നിന്ന് പറയത്ര, എനിക്കൊരു സംശയം ചോദിക്കാനുണ്ട്. ശരിക്കും ആലോചിക്കേണ്ട വിഷയമാണ്. പ്രിയമുള്ളവരെ, അടിവരയിട്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് അല്ലാതെ വേറെ ഒന്നും നമ്മളെ കുടുംബത്തിൽ കടന്നു വരാൻ പാടില്ല, അടുപ്പിക്കാൻ പോലും പാടില്ല. നേരത്തെ തങ്ങള് ബിദ്അത്തിനെ കുറിച്ച് കുറെ പറഞ്ഞല്ലോ. അടുപ്പിക്കാൻ പോലും. അള്ളാഹു കാത്ത് സലാമത്തിലാകട്ടെ, അള്ളാഹു ഞങ്ങളെ കാത്ത് സലാമത്തിലാകട്ടെ. അത് വലിയൊരു രോഗമാണ്. ആ രോഗത്തിൽ അള്ളാഹു ഞങ്ങളെ കാത്ത് സലാമത്തിലാകട്ടെ. പ്രിയമുള്ളവരെ, വന്നിട്ട് എനിക്കൊരു സംശയമുണ്ട് എന്ന് പറഞ്ഞു. എന്താ സംശയം എന്നറിയോ? അങ്ങനെ എന്തെങ്കിലും ഹജ്ജിന്റെ എന്തെങ്കിലും വിഷയമായിരിക്കും വിചാരിച്ച് അദ്ദേഹത്തെ മേലെ കയറിയിരുത്തിട്ടായിരുന്നോ അദ്ദേഹം ആ ഉസ്താദ് ചോദിക്കത്ര, ഉസ്താദ് എനിക്ക് 3 മക്കളുണ്ട്, ഞാനക്ക് ഇത് ഗവൺമെന്റിന്റെ കീഴിൽ ഹജ്ജിന് പോകാൻ പാസ്സായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ ഹജ്ജിന് വേണ്ടി പോവുകയാണ്. ഞാൻ ഹജ്ജിന് പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്ക് എൻ്റെ 3 മക്കളൊന്ന് മരിച്ചു കിട്ടാൻ വേണ്ടി ഒന്ന് ദുആ ചെയ്യണേ, മക്കൾ മരിച്ചു കിട്ടാൻ വേണ്ടിട്ട്. എന്നിട്ട് വീണ്ടൊരു ചോദ്യം ചോദിച്ച് വീണ്ടും പറയാണ്, ആ 3 മക്കള് ഞാന് ആ ദുആക്ക് ഇജാബത്തുള്ള പരിശുദ്ധമായ മക്കയിൽ പോയപ്പോ ആ കറുത്ത ആ കഅബയെ കാണുമ്പോ ആ മക്കള് മരിക്കാൻ വേണ്ടി ദുആക്ക് ഉത്തരം കൂട്ട ആ സ്ഥലത്ത് വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് ദുആ ചെയ്താൽ വല്ല കുഴപ്പമുണ്ടോ ഉസ്താദേ? 3 മക്കളും മരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട്. ഇന്ന് ഇതുവരെ ആരും കേട്ടിട്ടുണ്ടാവോ? മക്കൾക്ക് വേണ്ടി പറ്റുമോ? പാടില്ല. അപ്പോ ഒരു ഉപ്പ അങ്ങനെ വന്നിട്ട് ചോദിക്കണമെങ്കിൽ ആ മക്കളുടെ ദുരിതം എത്രയായിരിക്കും, എത്ര ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, എത്ര പ്രയാസം സഹിച്ചിട്ടുണ്ടാവും. അവസാനം ആ ഉസ്താദ് ചോദിച്ചു, നിങ്ങൾക്ക് കഅബയിൽ പോയിട്ട് ദുആക്ക് ഉത്തരം കിട്ടുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ആ പരിശുദ്ധമായ ആ കറുത്ത കഅബ കാണുമ്പോൾ എന്താണ് ചോദിക്കുന്നത് കിട്ടുമെന്നാണ് ഹദീസ് പറയുന്നത്. അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടുമെന്ന് ഉറപ്പുണ്ടോ? അപ്പൊ പറഞ്ഞു, അതേ കിട്ടുമ്പോ ഉറപ്പുണ്ട്. എങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ ഇങ്ങനത്തെ ഒരു ഡിസിഷന് വരാനുള്ള കാരണം എന്താണെന്ന് ചോദിക്കുമ്പോ അവിടെ നിന്ന് അയാൾ പറയുകയാണ്, ഞാൻ ഒരുപാട് കാലം ദുബൈയിലായിരുന്നു, ഗൾഫ് ജീവിതമായിരുന്നു. ഗൾഫിലുണ്ടാകുന്ന സമയത്ത് എൻ്റെ സമ്പാദ്യം മുഴുവനും ഞാൻ മക്കൾക്ക് വേണ്ടിയിട്ട്, എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് ഞാൻ എല്ലാം അയച്ചു കൊടുത്തു. പക്ഷേ ഞാൻ ഇപ്പൊ വന്നിട്ട് കുറച്ച് കാലമായി എനിക്ക് ജീവിക്കാൻ വേണ്ടി ഞാൻ കുടുംബത്തോടു കൂടി ഐക്യത്തോടെ യോജിപ്പോടെ വന്നിട്ട് ജീവിക്കാൻ നോക്കുമ്പോൾ എനിക്ക് ഈ വീട്ടിൽ വെച്ചുകൊണ്ട് കുടുംബത്തോടു കൂടി നാട്ടുകാരോടുകൂടി തല എഴുന്നേറ്റ് തല പൊന്തിച്ച് തല ഉയർത്തിയിട്ട് അവിടെ നിന്ന് ജീവിക്കാൻ സാധിക്കുന്ന ഈ മക്കളെ ഈ ദുഷിച്ച ജീവിതം കൊണ്ട് എനിക്ക് ജീവിക്കാൻ സാധിക്കുന്നില്ല. ഒന്ന് ജീവിതം എടുത്തതുപോലെയാണ് എന്ന് ആ ഉപ്പ അവിടെ നിന്ന് പറയുക. എന്താ കാരണം? അദ്ദേഹം ഗൾഫിൽ പോയിട്ട് ഒരുപാട് സമ്പാദിച്ചെല്ലാം കുടുംബത്തിന് അയച്ചു കൊടുത്ത്, ഇവിടെയാണെങ്കിലോ മക്കളാണെങ്കിലോ കുടുംബം എന്ന് പറയുമ്പോൾ ആ മക്കളും കുടുംബത്തിൽ പെട്ട ആളാണ്, നോക്കാൻ സമയം കിട്ടിയില്ല. മക്കളാണെങ്കിൽ
മൂന്ന് മക്കളും മൂന്ന് രീതിയിലായി. ഒന്നാമത്തെ മോനെന്താണ്? ഒന്നാമത്തെ മോന് ധനി കള്ളനാണ്. എല്ലാ പ്രശ്നത്തിനും ഓനുണ്ടാകും. ആ നാട്ടിൽ ആ ചുറ്റുപാടിൽ എന്തെങ്കിലും ഒരു കളവ് വന്നാൽ അതിൽ മുമ്പന്തിയിലുണ്ടാവുന്ന മകനാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഇന്നലെ മിഞ്ഞാന്ന് 2 ദിവസം മുമ്പ് ഒരു കവർച്ച നടന്നു, ഒരു കള്ളത്തരം നടന്നു, അതിൽ മുമ്പന്തിയിലുണ്ടായത് എൻ്റെ മോനാണ്. അതുകൊണ്ട് എനിക്ക് മടുത്തുപോയി ഉസ്താദേ. രണ്ടാമത്തെ മോന്റെ കഥ എന്താണ്? രണ്ടാമത്തെ മോനാണെങ്കിലോ ശുറുബുൽ ഖംറാണ്, ഷാരിബാണ്, കള്ളുകുടിയനാണ്. കള്ള് കുടിച്ചുകൊണ്ട് കൂത്താടിക്കൊണ്ട് നാട്ടിൻ്റെ കുടുംബത്തിൻ്റെ വീട്ടിൻ്റെ എല്ലാം നഷ്ടപ്പെടുത്തിയ വ്യക്തിയാണ്. മൂന്നാമത്തെ മകനാണെങ്കിലോ പലിശക്ക് വട്ടിക്ക് പൈസ കൊടുക്കുന്നവനാണ്. എല്ലാവരുടെയും ആധാരങ്ങള്, വീടുകള്, സ്വർണങ്ങള് എല്ലാം വാങ്ങി വെച്ചുകൊണ്ട് പൈസ കൊടുക്കലാണ്. വട്ടിക്ക് പൈസ കൊടുക്കൽ, പലിശ അങ്ങനെ കൊടുത്തുകൊണ്ട് ഒരുപാട് ആൾക്കാർ വന്നുകൊണ്ട് കംപ്ലൈന്റ് പറയുകയാണ്, എല്ലാം ഹറാമിലാണ് ഉസ്താദേ. അതുകൊണ്ട് ഞാൻ അവിടെ പോയിട്ട് ആ പരിശുദ്ധമായ കാബയുടെ മുമ്പിൽ 2 കൈകൾ ഉയർത്തിയിട്ട് ദുആ ചെയ്തു കൊള്ളട്ടെ ഉസ്താദേ എന്ന് അദ്ദേഹം ചോദിച്ചപ്പോ ഉസ്താദ് പറഞ്ഞത്, നിങ്ങൾക്ക് അവിടുന്ന് ആ ഉത്തരം അള്ളാഹു ഉത്തരം നൽകുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ എന്തുകൊണ്ട് ആ കുട്ടികൾ നന്നാകാൻ വേണ്ടി അവിടുന്ന് അള്ളാഹിനോട് ദുആ ചെയ്തുകൂടാ? അവിടുന്ന് ഉത്തരം കിട്ടുന്ന ഉറപ്പല്ലേ? ഉത്തരം കിട്ടുമെന്ന് കണ്ടാൽ അവിടുന്ന് ആ 3 കുട്ടികൾ നന്നാകാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ദുആ ചെയ്തുകൂടാ എന്ന് അവിടുന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം ഉണ്ടാതെയിരുന്നു എന്നാണ്. പ്രിയമുള്ളവരെ, ഒരിക്കലും മക്കൾ മോശമായതിൻ്റെ പേരിൽ മക്കളെ ഞങ്ങൾ ആക്ഷേപിക്കരുത്, കുറ്റപ്പെടുത്തരുത്. എത്ര മോശമായാലും നല്ലതിന് വേണ്ടിയിട്ട് മാത്രമേ ഞങ്ങൾ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ പാടുള്ളൂ. മാത്രമല്ല, അതേപോലെ തന്നെ പ്രിയമുള്ളവരെ, ഉമ്മയാകുന്ന ഞങ്ങളും കുറച്ച് ചിന്തിക്കേണ്ടതുണ്ട്. മക്കൾ വിവാഹം ചെയ്തു കഴിഞ്ഞാൽ ആ വിവാഹം കഴിച്ചു കൊണ്ടുവരുന്ന പ്രിയപ്പെട്ട ഉമ്മമാര്, സഹോദരിമാർ, അവരെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന കാലഘട്ടമാണ്, വല്ലാതെ വിഷമിപ്പിക്കുന്ന കാലഘട്ടമാണ്. കുടുംബമാകുമ്പോൾ ഭാര്യ ഭർത്താക്കള് ഒരു മകളെ കെട്ടിച്ചിട്ട് കൊണ്ടുവരുമ്പോ അവിടെ ഉപ്പ ഇല്ലായിട്ടല്ല ഇങ്ങോട്ട് കൂട്ടിക്ക് വന്നത്, ആങ്ങളമാർ ഇല്ലായിട്ടല്ല, പെങ്ങന്മാർ ഇല്ലായിട്ട് അല്ല, വീട് ഇല്ലായിട്ടല്ല പിന്നെ അവിടെ ഇങ്ങോട്ടേക്ക് വന്നത്. അവര് നിങ്ങളെ മകനിക്ക് ഒരു ഭാര്യയായിട്ടാണ്, നിങ്ങളൊരു മകളായിട്ടാണ് വന്നിട്ടുള്ളത്. അത് ഞാൻ ആലോചിക്കണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇത്തരം കാര്യങ്ങൾ വരുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കുടുംബത്തില് ഇമ്പമുണ്ടാക്കാൻ വേണ്ടി യോജിപ്പാണ്. അതാണ് കുടുംബം. അള്ളാഹു നല്ലത് ചെയ്യുവാൻ തൗഫീക്ക് നൽകുമാറാവട്ടെ. ഈ ഉപ്പയും ഉമ്മയും ഭാര്യയും ഭർത്താക്കളും ഒരുമിച്ച് കൂടിയാൽ മാത്രമേ അതിൽ ഇമ്പമുണ്ടാവുകയുള്ളൂ. അതിലുണ്ടാകുന്ന മക്കളാണ് സാലിഹായി തീർന്നത്. ഈ കുടുംബത്തെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ, ഈ പള്ളിയുടെ പിന്നാവശം കൊടുക്കുന്ന നല്ലവരായതുകൊണ്ട് തന്നെയാണ് ഇന്ന് നിങ്ങൾക്ക് ഇവിടെ ഒരുമിച്ച് കൂടാൻ സാധിച്ചത്. അതൊരു പ്ലസ് പോയിന്റ് ആണ്. ഒക്കുവല്ലേ? നിങ്ങളെ മുൻകഴിഞ്ഞതായ നിങ്ങളുടെ തലമുറ, ആ നല്ല തറവാടുകാര്, ആ നല്ല കുടുംബക്കാര് നല്ലവരായത് കൊണ്ടാണ് ഇന്ന് നിങ്ങൾക്ക് ഇവിടെ ഒരുമിച്ച് കൂടാൻ കഴിഞ്ഞത്. എത്ര ഫാമിലികളുണ്ട്, എത്ര വലിയ വലിയ ഫാമിലികളുണ്ട്. കഴിയുന്നുണ്ടാ? സാധിക്കുന്നുണ്ടാ? നിങ്ങളെ കൊണ്ട് സാധിച്ചത് എന്തുകൊണ്ടാണ്? അവർ നല്ല രീതിയിൽ, മുസ്തഖീമായ ചൊവ്വായ രീതിയിൽ അവർ നടന്നു പോന്നു. അതിനെ നിങ്ങൾ കൊണ്ടുപോകുന്നു. അള്ളാഹു ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തരട്ടെ. അപ്പൊ സാലിയായ മക്കളുണ്ടാകണമെങ്കിൽ ഞങ്ങള് കുടുംബം ഐക്യത്തോടെ യോജിപ്പോടുകൂടി മുന്നോട്ട് പോകണം. മഹാനായ ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു തന്റെ മകനോട് ഒരിക്കൽ പറയുകയുണ്ടായി, യഗ്തനി ശൈഅൻ ഫിൽ ജന്ന, മോനെ എനിക്ക് സ്വർഗത്തിൽ നിന്ന് എന്തെങ്കിലും എടുത്തിട്ട് വാടാ. ഒരു മോനെ മകനെ വിളിച്ചിട്ട് കൊണ്ടുവന്നിട്ട് പറയാ, എന്താണ് കൊണ്ടുവരാ? എനിക്ക് എന്തെങ്കിലും. എന്താണ്? മോനെ വിളിച്ചിട്ട് ഉപ്പ പറയാണ്, എനിക്ക് സ്വർഗത്തിൽ നിന്ന് എന്തെങ്കിലും കൊണ്ടുവാടാന്ന്. ഇപ്പൊ ഞാൻ ഇവിടുന്ന് പറയാ നിങ്ങളോട്, നിങ്ങൾ സ്വർഗത്തിൽ നിന്ന് എന്തെങ്കിലും എടുത്തിട്ട് വന്നാൽ നിങ്ങൾ കൊണ്ടുവരാൻ കഴിയോ? കഴിയും. ശരിക്കിതാക്കിയാ കഴിയും. കഴിയില്ലേ? മടുത്ത
മടി പിടിച്ച ഭാഷന്റെ കുഴപ്പമുണ്ടാ, ബുദ്ധിമുട്ടുണ്ടാ? അർത്ഥാന്നല്ലേ? സ്വർഗത്തിന്ന് എന്തെങ്കിലും കൊണ്ടുവരാന്ന് നമുക്ക് കൊണ്ടുവരാൻ കയ്യില്ലേ? ലുക്കുമാനിലാക്കി മോനെ വിളിച്ചിട്ട് ചെല്ലേ, മോനെ എന്തെങ്കിലും ഒരു സാധനം കൊണ്ടുവരാൻ. അപ്പോ മോനെ അങ്ങോട്ട് പറഞ്ഞേ ഉപ്പാനോട് പറയാ, ഉപ്പ കുറച്ച് താമസിക്കും, സ്വർഗത്തേക്ക് പോണ്ടേ, കുറച്ച് സമയം തരണം, കുറച്ച് ഒരു സമയം തന്നാൽ ഞാൻ എന്താക്കാ, ഞാനേ എടുത്തിട്ട് വരാ, സ്വർഗത്തിന്ന് എന്തൊക്കെ ഞാൻ കൊണ്ടുവരാ. അങ്ങനെ പ്രിയപ്പെട്ട മകനാണ്, ഉപ്പാന്റെ മകനാണ്. മക്കളെ വളർത്തുന്ന സമയത്ത് പ്രിയമുള്ളവരെ അതോടുകൂടി ചിട്ടയോടുകൂടി അഹ്ലുസുന്നത്തി വൽ ജമാഅത്തോടുകൂടി വളർത്തുകയാണെങ്കിൽ, ഉസ്താദന്മാരെ ആദരിച്ചുകൊണ്ട്, ഉസ്താദന്മാരെ ബഹുമാനിച്ചുകൊണ്ട്, അള്ളാഹു ആദരിക്കാൻ കൽപ്പിച്ചതിനെ, അള്ളാഹു ബഹുമാനിക്കാൻ കൽപ്പിച്ചതിനെ അതുപോലെ തന്നെ യാതൊരു കുറവും വരുത്താതെ വലിയവരെ ബഹുമാനിക്കുക, ചെറിയവർക്ക് സ്നേഹം നൽകുക, ഇങ്ങനെ എല്ലാം ഒതുങ്ങിക്കൊണ്ട് ഒരുമിച്ചുകൊണ്ട് ഞങ്ങളെ മക്കളെ വളർത്തുകയാണെങ്കിൽ പ്രിയമുള്ളവരെ, മഹാനായ ലുക്മാനുൽ ഹക്കീം തന്റെ മകനോട് പറയുകയാണ്, മകനെ സ്വർഗത്തിൽ നിന്ന് എന്തെങ്കിലും എടുത്തിട്ട് വാടാ, സ്വർഗത്തിൽ നിന്ന് എന്തെങ്കിലും എടുത്തിട്ട് വാ. അപ്പൊ മകൻ ഉപ്പയോട് പറയും. ഇന്ന് നമ്മൾ ആരെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ ഈ ഫ്രണ്ട്സ് ആയിട്ട്? ഉപ്പയും മക്കൾ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും തമാശ പറയലുണ്ടാ, കാണലുണ്ടാ? ഇല്ല. ഞാൻ നമ്മളെ മദ്രസയായിട്ട് സംബന്ധിച്ച് ഞാൻ ഒരു ചാലഞ്ച് ഞാൻ നിങ്ങളോട് ചെയ്യാം. ഒരു ചാലഞ്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ചാലഞ്ച് ചെയ്യുക. ഒരു ഉപ്പാനോടും ഉമ്മാനോടും ഒരു മക്കള് പറയാതെ വിഷയം ഉസ്താദന്മാരോട് വന്നിട്ട് പറയും. നിങ്ങളോട് സംസാരിക്കാതെ ഏത് വിഷയം മക്കൾ വന്നിട്ട് ആരോട് പറയും? ഉസ്താദന്മാർ. എന്തുകൊണ്ട്? അതേപോലെ ടീച്ചർമാരോടും പറയും, ശാലയിൽ പോയിട്ട് ഉസ്താദ് പറയും. എന്തുകൊണ്ട്? ഇതേ രീതിയിൽ നമ്മൾ ആവണം, ഉപ്പയും ഉമ്മയും ആവണം. എല്ലാ വിഷയങ്ങളും നമ്മളോട് വന്നിട്ട് പറയുന്ന രീതിയിൽ ആവണമെങ്കിൽ ഞങ്ങൾ കുട്ടികളുടെ ഫ്രണ്ടാവണം. വെറും ഉപ്പയും ഉമ്മയും മാത്രമായ പോരാ, ഫ്രണ്ടും കൂടിയാവണം. നമ്മളെ കുട്ടികൾ നമ്മളെ വീട്ടിൽ തന്നെ നിൽക്കണോ? അതിക്ക് എന്താക്കണം? നമ്മൾ കുട്ടികൾ വേറെ ചീത്ത കുട്ടികളോട് കൂടി അല്ലെങ്കിൽ വേറെ മോശപ്പെട്ട കാര്യത്തിൽ നിന്ന് പോവാൻ പാടില്ല. അതിക്കുള്ള മരുന്നെന്താ? എന്താണ്? ചെല്ലുവാ. അതെ, ഇപ്പോ എല്ലാവരും പറയുന്ന പ്രശ്നം അതല്ലേ, ഉസ്താദ് എന്റെ മോന് ഓനൊക്കെ പോയി ഓൻ അങ്ങനെയാണ്, ഓനൊക്കെ കൂടിയത് കൊണ്ട് എന്റെ മോന് വടക്കായി, ഓളൊക്കെ കൂടിയത് കൊണ്ട് എന്റെ മോന് വടക്കായി, അല്ലെങ്കിൽ ഓളെ പോയത് കൊണ്ട് വടക്കായി എന്ന് പറയുന്നില്ലേ? അതിക്ക് സൊല്യൂഷൻ പറയാണ്. എന്താ? ഒന്നുമില്ല. കുട്ടികളുടെ ഫ്രണ്ട് ആവുക. കുട്ടികളൊക്കെ കൂടി നമ്മൾ കളിച്ചു നോക്കി. മൊബൈൽ കൊടുക്കലല്ലവോ, മൊബൈൽ കൊടുത്തിട്ടായിട്ടാണ് ഇപ്പോ ചോറ് പോലും ചെറിയ കിടാക്കൾക്ക് ചോറ് കൊടുക്കുന്ന എങ്ങനെ? ഇന്നാ മൊബൈൽ കൊടുത്തിട്ടായിട്ട് 2 വായ ഇങ്ങനെ കൊടുക്കും. അതൊന്നല്ല സൊല്യൂഷൻ. കുട്ടികളുടെ കൂടെ നമ്മളെ ഫ്രണ്ട് ആവണം. അപ്പൊ കുട്ടികളെല്ലാം പറയും, എല്ലാ വിഷയങ്ങളും പറയും. നമ്മള് കുട്ടികളെ കാണും. ഉപ്പാനങ്ങ് കാണുമ്പോൾ തന്നെ ഏതെങ്കിലും കുട്ടികൾ ഉപ്പാനോട് പരീക്ഷ ഫീസ് വേണമെന്ന് ചോദിച്ചിട്ടുണ്ടാ? ഇല്ല. ആരോടാ പറയാ? ഉമ്മാനോട് പറയാം. ഉമ്മ വാർഷിക പരീക്ഷ ഉസ്താദ് ഫീസ് കെട്ടാൻ പറഞ്ഞിന്, പരീക്ഷ ഫീസ് വേണമെന്ന് ആരോടാ പറയാ? ഉമ്മാനോട്. ഉമ്മ വന്നിട്ട് രാത്രി കെടുക്കാനായ സമയത്ത് മോൾക്ക് പരീക്ഷ ഫീസ് ഉണ്ട്, കൊടുക്കണോ എന്ന് പറയും. എന്താ ഉപ്പാനോട് പറയാതെ? ഉപ്പ അങ്ങോട്ട് വരുമ്പോ തന്നെ കാണുമ്പോ, ഉപ്പാന്റെ മുഖം കാണുമ്പോ തന്നെ മക്കള് ദജ്ജാല് വരുമ്പോൾ അവരുണ്ടാവും ചില സമയത്ത്. എന്തെങ്കിലും ജോലി ചെയ്യുന്ന സ്ഥലത്തിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളോ എന്തെങ്കിലും ആയിട്ട് ഇങ്ങനെ വരുന്നതായിരിക്കും, ആ ക്ഷീണത്തിൽ വരുന്നതായിരിക്കും. മക്കൾ ഉമ്മയോട് പറഞ്ഞു തരണം, ആവരുത്. ഉപ്പ ഫ്രണ്ടാവണം, ഉമ്മ ഫ്രണ്ടാവണം. അപ്പോ ശാലയിൽ നടന്ന എല്ലാ വിഷയങ്ങളും, മദ്രസയിൽ നടക്കുന്ന എല്ലാ വിഷയങ്ങളും, പോയ സ്ഥലങ്ങളിലെ എല്ലാ വിഷയങ്ങളും മക്കൾ നമ്മളെ കൂടെ പറയണം, നമ്മൾ അങ്ങോട്ടും പറയണം. മനസ്സിലായില്ലേ? എല്ലാം പറയണം, എല്ലാ വിഷയം. ഇന്ന് കുട്ടികൾക്ക് എല്ലാ വിഷയങ്ങളും അറിയും, എല്ലാ വിഷയങ്ങളും കുട്ടികൾക്ക് അറിയും. അതിന് ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരിക്കല് ഒരു കുട്ടി ഉപ്പ ഉമ്മ ഇങ്ങനെ ഇരിക്കുമ്പോ ചോദിച്ച്, അല്ല ഉപ്പ, നീക്ക് ഉമ്മാനെ എവിടുന്ന് കിട്ടിയതാ ചോദിച്ചു. ഉമ്മാനെ എവിടുന്ന് കിട്ടിയത് ഇങ്ങനെ ഒരു കുട്ടി ചോദിക്കുന്ന ഉമ്മാനോട്. അപ്പോ കുട്ടീനോട് ഉപ്പ പറഞ്ഞു കൊടുക്കുക, കഥ പറഞ്ഞു കൊടുക്കുക. അതില്ല മോനെ, പണ്ട് നമ്മളെ നാട്ടിൽ ഭയങ്കര മഴ ഉണ്ടായി, ഭയങ്കര മഴ. ആ മഴ ഉണ്ടാകുന്ന സമയത്ത് ഭയങ്കര വെള്ളം ഉണ്ടായി. ആ വെള്ളത്തിൽ കൂടി ഇങ്ങനെ ഒരാൾ ഇങ്ങനെ ഒലിച്ച് വരുന്നുണ്ടായി. ആ ഒലിച്ച് വന്നപ്പോൾ ഇങ്ങനെ വരുന്ന കണ്ടപ്പോൾ ഞാൻ പോയിട്ട് പിടിച്ച്. അതാണ് എൻ്റെ ഉമ്മ.
അപ്പൊ ചോദിച്ചു വീണ്ടും ഒരു ചോദ്യം, ഉപ്പാനെ എങ്ങനെ കിട്ടിയേ? ഉമ്മാക്ക് ഉപ്പാനെ എങ്ങനെ കിട്ടിയേ? അപ്പൊ ഉമ്മ അങ്ങനെ പറഞ്ഞു, അതേപോലെ പണ്ട് ഇതേപോലെ ഒരു മഴ ഉണ്ടായിന്. ആ മഴ ഉണ്ടാകുന്ന സമയത്ത് എന്താ ഇങ്ങനെ ഒരാൾ വിളിച്ചു വരുന്നുണ്ടായിന്. അത് നോക്കുമ്പോൾ ഉപ്പയാണ്. അപ്പൊ ഞങ്ങളെല്ലാം കൂടിയിട്ട് പിടിച്ച് അതാണ് ഉപ്പ. ആയാ അവസാനം ചോദിച്ചു. അപ്പോ കുട്ടി വീണ്ടും ചോദിച്ച്, അല്ല എന്നെ എങ്ങനെ കിട്ടിയത്? എന്നെ നിങ്ങൾക്ക് എങ്ങനെ കിട്ടിയത്? അപ്പൊ വീണ്ടും ഉമ്മ ഉപ്പ രണ്ടാളും കൂടി പറയാ, അതും ഇതേപോലെ തന്നെ ഒരു മഴ വന്നിട്ട് ഇങ്ങനെ ഞമ്മ പറയല്ലേ ഇന്നലെ വന്ന മഴയിൽ ഒലിച്ചു വന്ന പറയുന്നില്ലേ, അതേപോലെ ആ മയത്ത് ഇങ്ങനെ ഒലിച്ചു വരുന്ന സമയത്ത് കണ്ട് ഇങ്ങനെ പിടിച്ചെടുത്ത്. അപ്പൊ മകനെ എടുത്ത വായിക്കാൻ കൊണ്ടൊരു ചോദ്യം ചോദിച്ച്, അപ്പോ നിങ്ങളെ ഈ ഫാമിലിയിൽ ഈ കുടുംബത്തിൽ ആരും പ്രസവിക്കലൊന്നില്ലേ? അങ്ങനെ നിങ്ങളുടെ നാട്ടിലെ നിങ്ങളുടെ കുടുംബത്തിലെ ആരും പ്രസവിക്കലൊന്നില്ലേന്ന് എന്ന് പറഞ്ഞാല് മകനും കഴിക്കലൊന്നില്ലേന്ന്. അപ്പൊ കുട്ടികൾക്ക് എല്ലാം അറിയോ, എല്ലാ വിഷയങ്ങളും അറിയോ പറഞ്ഞു, മനസ്സിലായില്ലേ? അതുകൊണ്ട് നമ്മളെ കുട്ടികളെ ഫ്രണ്ടാക്കിയാൽ നമ്മളെ കുട്ടികൾ വ്യതിചലിക്കൂല, കള്ളുകുടിയനാവൂല, കഞ്ചാവ് വലിക്കാരനാവൂല, ഒരു പെൺകുട്ടി ഒരു അന്യമതസ്ഥരുടെ കൂടെ പോവൂല. ഇസ്ലാമിൽ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. മഹാനായ ലുക്മാനുൽ ഹക്കീം അവിടെ മകനോട് പറയുന്ന, മോനെ സ്വർഗത്തിൽ നിന്ന് എന്തെങ്കിലും എടുത്തു പാടാൻ. അങ്ങനെ പറഞ്ഞ സമയത്തിലാണ് അവിടുന്ന് മകന് പറയുന്നത്, കുറച്ച് സമയം കൊണ്ട് ഞാൻ എടുത്തിട്ട് വരാം, ഞാൻ സ്വർഗത്തിൽ വരാം. ഓടി മകന് ഓടുകയാണ്, അടുത്തേക്ക് സ്വർഗത്തിലേക്ക് ഓടുകയാണ്. അവിടുന്ന് സ്വർഗത്തിൽ പോയിട്ട് അവിടെ നിന്ന് സാധനം എടുത്ത് കൊടുത്തിട്ട് ഹാദാ തുറാബ് മിൻ തുറാബിൽ ജന്നാ, ഹാദാ തുറാബ് മിൻ തുറാബിൽ ജന്നാ, ഒരു പൊതി കൊടുത്തിട്ട് കൊടുക്കുന്ന ഉപ്പാക്ക്. എന്താ തുറന്നു നോക്കുമ്പോ മണ്ണ്, ഇതേർത്തതാ, ഇത് സ്വർഗത്തെ മണ്ണാണ് ഉപ്പാ, ഇത് സ്വർഗത്തെ മണ്ണാണ് ഉപ്പാ. മിൻ ഐന ജീത ബിഹി, ഇത് ഏർന്ന് കിട്ടി എന്ന് ചോദിക്കുമോ? മിൻ താത്ത കദമ ഉമ്മീൻ എന്ന് പറഞ്ഞു. ഇത് ഞാൻ എൻ്റെ ഉമ്മാന്റെ അരികിലേക്ക് ഓടി, ഉമ്മാന്റെ അരികിൽ പോയിട്ട് ഉമ്മ അവിടെ ഇരുന്നിട്ടുണ്ടായി. ഉമ്മാനോട് ചെല്ലി, ഉമ്മ ഒന്ന് കാല് ഉയർത്ത് ഉമ്മ. ഉമ്മാന്റെ കാല് ഉയർത്തിയപ്പോ ഉമ്മ കാല് മെല്ലെ മെല്ലെ പൊന്തിച്ചപ്പോ ആ കാലിന്റെ അടിയിൽ നിന്ന് കുറച്ച് മണ്ണെടുത്ത്, ആ മണ്ണാണ് ഇത്. നമ്മൾ ഹദീസിൽ വന്നിട്ടുള്ള ഉമ്മാന്റെ കാലിന്റെ അടിയിലാണ് സ്വർഗമെന്ന്. ആ ഹദീസ് പഠിച്ചതായ മകനതാ ഉപ്പാക്ക് സ്വർഗത്തിൽ നിന്ന് ആ മണ്ണ് കൊണ്ടു കൊടുക്കുകയാണ്. പ്രിയമുള്ളവരെ, അങ്ങനെയാണ് ഞങ്ങളെ മക്കളെ വളർത്തേണ്ടത്, അങ്ങനെയാണ് ഞങ്ങളെ കുട്ടികളെ വളർത്തേണ്ടത്. അപ്പോൾ നമ്മളൊന്ന് ചിന്തിക്കേണ്ടത്, ഉമ്മാന്റെ കാലിന്റെ അടിയിൽ മാത്രമല്ല സ്വർഗമുള്ളത്. അപ്പോൾ ഞങ്ങൾ ചിന്തിക്കണോ? എന്താ ചിന്തിക്കുക? അൽ വാലിദാനി ബാബാനി മിൻ അബ്വാബിൽ ജന്നാ, സ്വർഗത്തിന് 2 വാതിലുകളുണ്ട്. സ്വർഗത്തിന് 2 വാതിലുകളുണ്ട്. അതിൽ ഒരു വാതിൽ, സ്വർഗത്തിന്റെ വാതിലുകളിലെ ഉള്ളിൽ 2 വാതിലുകളുണ്ട്. ആ 2 വാതിലുകളൊന്ന് ഉപ്പായാണ്, മറ്റൊന്ന് ഉമ്മയാണ്. അപ്പൊ ഉപ്പാനെയും ആദരിക്കണം, ഉമ്മാനെയും ആദരിക്കണം. പ്രിയമുള്ളവരെ, ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ കുടുംബമാകുകയുള്ളൂ. ഞാൻ നിർത്തുകയാണ്. അല്ലാഹു നല്ലത് ചെയ്യുവാൻ, നല്ലത് പ്രവർത്തിക്കുവാൻ, മുന്നോട്ട് പോകാൻ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഈ ഐഫ എന്നുള്ള ഫാമിലി ഖിയാമത്ത് നാൾ വരെ അല്ലാഹു നിർത്തി തരട്ടെ. ഐക്യത്തോടെ, യോജിപ്പോടെ, ഭിന്നിപ്പില്ലാതെ, ഒരുമയോടുകൂടി എല്ലാ വിഷയങ്ങൾ വരുന്ന സമയത്ത്, എന്ത് പ്രശ്നങ്ങൾ വരുന്ന സമയത്ത്, എന്ത് കുഴപ്പങ്ങൾ വരുന്ന സമയത്ത്, കല്യാണമാവട്ടെ, അതുപോലത്തെ വിദ്യാഭ്യാസമാവട്ടെ, ഏത് വിഷയങ്ങൾ വരുന്ന സമയത്ത് മറ്റുള്ള കുടുംബങ്ങൾക്ക് മാതൃകയാകുന്ന രീതിയിൽ, മറ്റുള്ള ജനങ്ങൾക്ക്, മറ്റുള്ള എത്ര വലിയ കുടുംബമാണെങ്കിലും ആ കുടുംബത്തിനെല്ലാം മാതൃകയാകുന്ന രീതിയിൽ, നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്, പ്രിയമുള്ളവരെ, ഞാൻ അറിയാൻ കഴിഞ്ഞത് ആ പള്ളിന്റെ ആ സൈഡിൽ കിടക്കുന്ന, നമ്മൾ ഇന്ന് ഫസ്റ്റ് ദുആ കൊണ്ട് തുടങ്ങിയ ഒരു വലിയൊരു മഹാനും കൂടിയാണ്. നല്ല ഇബാദത്തുകളെ കൊണ്ട്, ദിക്റുകളെ കൊണ്ട്, ഖുർആനുകളെ കൊണ്ട് ധന്യമാക്കിയ ജീവിതം നയിച്ച ഒരു വലിയ വ്യക്തിയാണ്. ആ ചുറ്റുപാടുള്ള ആൾക്കാർ നല്ലവരിൽപ്പെട്ടവരാണ്. അള്ളാഹു അതുപോലെ തന്നെ ജീവിതം നയിക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ആ ഗുണങ്ങള് നമ്മുടെ ഈ ഫാമിലിയിൽ കാണുന്നത് പറയണല്ലോ. എത്രയോ നല്ല ഈ കുടുംബത്തിലല്ല, കൃത്യമായിട്ട് ജമാഅത്തിന് വരുന്നവര്, കൃത്യമായിട്ട് നിസ്കരിക്കുന്നവര്, ഇബാദത്തിന്റെ കാര്യത്തിൽ മാത്രം. ഇനി പെരുമാറ്റങ്ങൾ, ഓരോരുത്തർ പെരുമാറ്റം കാണുമ്പോൾ തന്നെ അവിടെ കിടക്കുന്ന ആ മഹാന് നല്ല ഒരാൾ എന്നതിനുള്ള ഒരു മാതൃകയും കൂടി അള്ളാഹു എല്ലാവരും, ഞങ്ങൾ മക്കളെ എല്ലാവരും അള്ളാഹു നിലനിർത്തി തരട്ടെ.
അതാണ് പറഞ്ഞത്, ഒരാൾ നന്നായി കഴിഞ്ഞാൽ അതുപോലെ തന്നെ നമ്മൾ കൊണ്ടുപോകണം. പ്രിയമുള്ള ഒരു അപേക്ഷ, അതായത് ആ ദുആ ചെയ്ത ആ സ്ഥലത്ത് ചില സമയത്ത് ഞാൻ അതിലെ പോകുന്ന സമയത്ത് നമ്മൾ ഇബ്രാഹിച്ചാണ് ഞാൻ എനിക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആ സൈഡിൽ വന്നിട്ട് നായില വന്നിട്ട് കെടുക്കുന്നത് കാണാം, നായി ഇതെല്ലാം വന്നിട്ട് കെടുക്കുന്നത് കാണാം. അതുകൊണ്ട് ഒരിക്കലും നമുക്ക് യോജിച്ചതല്ല ഖബർസ്ഥാനി. അത് മൊത്തത്തിൽ പറയുന്നല്ല, പ്രത്യേകിച്ച് ആ സൈഡും കൂടി പറയാണ്, ഖബർസ്ഥാനിയിലേക്ക് ഒരു നജസ് പോലും ഉണ്ടാകാൻ പാടില്ല. അത്ര കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മളെ ഫാമിലി ആകും. നമ്മളിപ്പോൾ ഇവിടെ കിടക്കുന്ന സമയത്ത്, ഇരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ മുകളിൽ വന്നിട്ട് ഒരു നായി വന്നിട്ട് കിടന്ന എത്ര പ്രശ്നങ്ങളുണ്ടാവും, എത്ര പ്രയാസം ഉണ്ടാവും. എല്ലാവരും വെറുക്കൂലേ? ജീവിച്ചിരിപ്പുള്ള ഒരു കാലത്തിൽ നമ്മുടെ മുകളിൽ വന്നിട്ട് ഏതെങ്കിലും നായിയോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഇതാക്കുകയാണെങ്കിൽ അല്ലേ പ്രശ്നം ഉണ്ടാവില്ലേ? അതുകൊണ്ട് ഒന്ന് ഗൗരവത്തിൽ കണക്കിലെടുക്കണേ. ആ സൈഡിലൊന്നും ബന്ധാക്കുന്ന രീതിയിൽ നായികളും അതുപോലെ തന്നെ മൃഗങ്ങൾ വന്നുകൊണ്ട് അവിടെ കാഷ്ടങ്ങളും മലിനമാക്കുന്ന രീതിയിൽ തടയാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാവരും അതിന് പ്രത്യേകം ഗൗരവത്തിൽ കണക്കിലെടുക്കണേ. കാരണം നല്ലൊരു മഹാനാണ്. നടന്നുകൊണ്ട് ഹജ്ജ് ചെയ്ത ആൾ എന്നെല്ലാം പറയുമ്പോൾ പണ്ടത്തെ കാലത്ത് നടന്നുകൊണ്ട് ഹജ്ജ് ചെയ്ത നമ്മളെ ഫാമിലി, ഐഫ എന്നുള്ള ഫാമിലിക്ക് ഒരു നല്ലൊരു ഇതാണ്. നാളെ സ്വർഗത്തിൽ പോകുമ്പോൾ നമ്മളെ കൈ പിടിക്കാൻ വേണ്ടിയുള്ള ഒരു നല്ല ഒരു ഭാഗ്യവും കൂടിയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് നമ്മുടെ ജീവിതം തന്നെയുമാക്കാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ ദുആ ചെയ്യാൻ വേണ്ടി ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു താല നല്ലത് ചെയ്യുവാൻ, നല്ലത് പ്രവർത്തിക്കുവാൻ തൗഫീക്ക് നൽകുമാറാവട്ടെ.